ഓക്കെ ഗൈസ്, നിങ്ങളൊരു റേസ് കാർ ഡ്രൈവറാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു വെറ്ററൻ ഡ്രൈവറാണ്. അപ്പം നിങ്ങളുടെ കരിയറിൻ്റെ ഒരു അവസാന സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പ്രൈം സ്റ്റേജ് കഴിഞ്ഞു. ആ സമയത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് നിങ്ങളെ ഫോളോ ചെയ്തു തന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാനായിട്ടുള്ള ഒരു യങ് ഡ്രൈവർ വന്നിട്ട്, അപ്പോൾ ആ ഡ്രൈവർ റുക്കിയായിട്ട് വന്നിട്ട് രണ്ടാമത്തെ സീസണിൽ തന്നെ നിങ്ങളെ ഔട്ട് പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ ഒരു സെയിം അവസ്ഥയാണ് ഇന്നലെ നടന്ന ബെൽജിയൻ ഗ്രാൻഡ് പ്രിയുടെ ക്വാളിഫയേഴ്സിൽ സംഭവിച്ചത്. കിമി ആൻ്റണിയാണ് പോൾ പൊസിഷനിൽ വന്നത്. അപ്പോൾ ബെൽജിയൻ ഗ്രാൻഡ് പ്രി നടക്കുന്ന സ്പാ സർക്യൂട്ടിൽ ഉറപ്പായിരുന്നു ഒബ്വിയസ്ലി അവിടെ മെഴ്സിഡസ് നല്ലോട്ട് പെർഫോം ചെയ്യാനാണ് ചാൻസ്. അത് എല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യമാണ്. പക്ഷേ റെഡ് ബുള്ളിൽ മാക്സ് വെർസ്റ്റാപ്പൻ ആ ഒരു റെഡ് ബുള്ളിൻ്റെ ഇപ്പോൾ ശോകമായിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഫെറാറിയൊക്കെ കളിയാക്കുമായിരുന്നല്ലോ ട്രാക്ടറായിട്ടും അങ്ങനെയൊക്കെ, അതുപോലെ ഇപ്പോൾ റെഡ് ബുള്ളിനെ നമുക്ക് അങ്ങനെ കളിയാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ശോക രീതിയിലുള്ള ആ ഒരു റെഡ് ബുള്ള് കാറും വെച്ച് മാക്സ് വെർസ്റ്റാപ്പൻ മാക്സിമം പുഷ് ചെയ്തു. അത് ഫ്രീ പ്രാക്ടീസിൽ കാണാനുണ്ടായിരുന്നു. ഫ്രീ പ്രാക്ടീസിൽ മാക്സ് വെർസ്റ്റാപ്പൻ ആയിരുന്നു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള. FP1 മാക്സ് ആയിരുന്നു ഫാസ്റ്റ് ആയിട്ടുള്ള കാറ്. FP2 തേർഡ് ഫാസ്റ്റസ്റ്റ് കാറായിരുന്നു റെഡ് ബുള്ളിൻ്റെ. മാക്സിമം ആ ഒരു കാറിനെ അത്ര ലിമിറ്റ് വെച്ച് മാക്സിമം പുഷ് ചെയ്തു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസക് ഹഡ്ജാർ മാക്സിൻ്റെ ടീമേറ്റ് ആണ്. കാരണം ഹഡ്ജാർ ഓൾറെഡി മാക്സിമം എഞ്ചിൻ അപ്ഗ്രേഡ്സ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ ബെൽജിയൻ ഗ്രാൻഡ് പ്രിയിൽ പുള്ളിക്ക് ഗ്രിഡ് പെനാൽറ്റി ഉണ്ട്. പുള്ളി ഇപ്പം ക്വാളിഫയേഴ്സിൽ ഇപ്പം ഫസ്റ്റ് ഫിനിഷ് ചെയ്താൽ പോലും ഗ്രിഡ് പെനാൽറ്റി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ആയിട്ട് പൊട്ടമില്ലെന്നുള്ള രീതിയിൽ ഹഡ്ജാർ മാക്സിനെ ടോ ചെയ്തു. അപ്പോൾ ഓക്കെ, നല്ല കാര്യം. റെഡ് ബുള്ള് ടീം വർക്കൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് വരികയാണ്. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു മാക്സ് വെർസ്റ്റാപ്പൻ തന്നെ പോൾ പൊസിഷനിൽ വരും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ മാക്സിൻ്റെ നല്ലൊരു ഫാസ്റ്റസ്റ്റ് റെക്കോർഡ് തന്നെ ഉണ്ട്. 1 minute 44 seconds സംതിങ് ആണ്. പക്ഷെ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ Q3 കിമി ആൻ്റണി, അതായത് മാക്സിനേക്കാളും 0.3 സംതിങ് സെക്കൻഡ്സ് ഹെഡ് വന്നിട്ട് പോൾ പൊസിഷൻ അടിച്ചെടുത്തു ആ ഒരു ചെക്കൻ. അപ്പോൾ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ട് ഞാനും അതിൽ മറ്റ് ഫോർമുല 1 കണ്ടന്റ് ക്രിയേറ്റേഴ്സും എപ്പോഴും പറയാറുണ്ട് കിമി ആൻ്റണി ഈസ് ഗോയിങ് ടു ഡിഫൈൻ ഹിസ്റ്ററി എന്ന്. അത് ചെറുക്കൻ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കിമി ആൻ്റണിയുടെ ഇതുവരെയുള്ള കരിയർ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല 1 വന്നിട്ട് 6ാമത്തെ പോൾ പൊസിഷൻ ആയിരുന്നു ഇന്നലത്തെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിമിയുടെ പോൾ ടു വിൻ റേഷ്യോ ഹൈ ആണ്. ഇപ്പോൾ ഈ സീസണിൽ തന്നെ ഓൾറെഡി ഇപ്പം 6ാമത്തെ പോൾ പൊസിഷനാണ്. അതിൽ 4 റേസ് വിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ റേസിൽ കിമി ആൻ്റണി പോൾ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് റേസ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോർജ് റസലിൻ്റെ കരിയറിലെ ടോട്ടൽ റേസ് വിൻസിനുമായിട്ട് ഈക്വൽ ആവും. വീണ്ടും ആ ഒരു പോൾ ടു വിൻ റേഷ്യോ കൂടും. അതായത് ഒരു കമ്പാരിസന് വേണ്ടി ജോർജ് റസലിൻ്റെ എൻ്റയർ കരിയറിലെ ഒരു ഗ്രാൻഡ് പ്രീ വിൻ എന്ന് പറയുന്നത് 7 എണ്ണമാണ്. അത് വെച്ച് നോക്കുമ്പം കിമി ആൻ്റണി കഴിഞ്ഞ വർഷം ഫോർമുല 1 വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റേസ് കിമി ആൻ്റണി വിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോർജ് റസലിൻ്റെ കരിയറിലെ മൊത്തം വിന്നുമായിട്ട് ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ വേറൊരു കാര്യമുണ്ട്, മാക്സ് വെർസ്റ്റാപ്പൻ മെഴ്സിഡസിൽ ജോയിൻ ചെയ്യണമെന്നൊക്കെയുള്ള ഒരു റൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ടോട്ടോ വോൾഫ് അതിൻ്റെ റിപ്ലൈ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കിപ്പം കിമി ആൻ്റണിയും ജോർജ് റസലും നല്ലൊരു ടീമാണ്, ഞങ്ങൾ ആ ഒരു ടീമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഇൻട്രസ്റ്റ് എന്നാണ് ടോട്ടോ വോൾഫ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. കിമി ആൻ്റണി അടിപൊളിയാണ്, അടുത്ത ഒരു പ്രോഡിജി തന്നെയാണ് കിമി ആൻ്റണി. സോ ഹി ക്യാൻ മേക്ക് വണ്ടേഴ്സ്.